അങ്ങനെ തുടക്കത്തിൽ തന്നെ ചിറ്റോൺ എന്ന് പറയുന്ന ഒരു ഗ്രഹം കാണിക്കുന്നു. ഇവിടെയുള്ള സയന്റിസ്റ്റ് ഭാര്യയും ഭർത്താവും കൂടി ഒരു സൂപ്പർ വെപ്പൺ കുഞ്ഞിനെ ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്നാൽ ഈ ഗ്രഹത്തിന്റെ നേതാവ് ഈ കുഞ്ഞിനെ അനാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കും എന്നുള്ളത് കൊണ്ട് ഈ സയന്റിസ്റ്റും ഭാര്യയും കുഞ്ഞിനെ ഭൂമിയിലെ USA എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു സ്പേസ് ഷിപ്പിൽ അയക്കുന്നു. അപ്പോഴാണ് ഈ നേതാവ് വന്ന് നിങ്ങളുണ്ടാക്കിയ ആ സൂപ്പർ വെപ്പൺ എവിടെയെന്ന് ചോദിക്കുന്നത്. അത് ഞങ്ങളുടെ കുഞ്ഞാണ്, അവനെ ഞങ്ങൾ കാണിച്ചു തരില്ല എന്ന് ഈ സയന്റിസ്റ്റ് പറഞ്ഞതും ഈ നേതാവിന്റെ മകളായ അഗത സയന്റിസ്റ്റിന്റെ മനസ്സ് വായിച്ച് ആ കുഞ്ഞിനെ ഇവരെ ഭൂമിയിലെ USA എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ട്. അച്ഛന് അഭിമാനമുണ്ടാവാൻ ഞാൻ ആ കുഞ്ഞിനെ പോയി കൊണ്ടുവരാം എന്നും പറഞ്ഞ് അവളും ഇങ്ങോട്ട് വരുന്നു. എന്നാൽ ഈ കുഞ്ഞിനെ അയച്ച സ്പേസ് ഷിപ്പ് ഭൂമിക്ക് മുകളിലുള്ള ഒരു സാറ്റലൈറ്റിലിടിച്ച USAക്ക് പകരം അവൻ പോയി വീഴുന്നത് സ്പെയിനിലാണ്. ഇതേ സമയം സ്പെയിനിലുള്ള കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരായ മേരിയും ജെയിനും കൂടി കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സ്പേസ് ഷിപ്പ് ടപ്പേ എന്ന് പറഞ്ഞ് അവിടെ വന്ന് വീഴുന്നത്. എന്തോന്നാ അത്, കോഴിമുട്ടയോ, ഇത്രയും വലുതോ എന്നൊക്കെ ചോദിച്ച് ഇവർ പുറത്തിറങ്ങിയപ്പോഴാണ് ഇത് മറ്റെന്തോ സാധനമാണെന്ന് മനസ്സിലായ. അതിനകത്ത് നിന്ന് ഒരു കുഞ്ഞിന്റെ ശബ്ദം കേട്ടതും മേരി ആണെങ്കിൽ എന്താ അതില്, നമുക്ക് നോക്കിയിട്ട് പോകാമെന്ന് പറയുന്നു. നോക്കുമ്പോഴോ മീശയുള്ള ഒരു കുഞ്ഞു കുരിപ്പ്. എന്തായാലും കുഞ്ഞല്ലേ, നമുക്ക് കുഞ്ഞുങ്ങളൊന്നുമില്ലല്ലോ, ദൈവമായിട്ട് കൊണ്ടു തന്നതാ, നമുക്കിവനെ വളർത്താം എന്ന് പറഞ്ഞ് മേരി കുഞ്ഞിനെ കയ്യിലെടുത്തു. അപ്പൊ തന്നെ കുഞ്ഞ് നമ്മുടെ ജെയിനിന്റെ വിരല് പിടിച്ച് തിരിച്ച് അത് ഒടിച്ചു കളഞ്ഞു. അന്ന് തൊട്ട് ഈ കുഞ്ഞു കുരുപ്പ് നമ്മുടെ ജെയിനിന് പണി കൊടുത്തു തുടങ്ങിയതാണ്. പുള്ളിക്കാരൻ ഇതിന്റെ മീശ വടിച്ച് കളയും, പക്ഷെ അപ്പൊ തന്നെ മീശ വരും. ഡോക്ടറിനെ കാണിച്ചപ്പോൾ ആ ഡോക്ടറിന്റെ നെഞ്ചാങ്കൂടിനിട്ട് ഇടിച്ച് അങ്ങേരുടെ നട്ടെല്ല് തകർന്നു. പിന്നെ ഇവരുടെ മെക്കാനിക്കൽ ഷോപ്പിൽ കൊണ്ടുവരുന്ന സകല വണ്ടിയും മറിച്ചിടുക, പിന്നെ പരീക്ഷയ്ക്ക് പഠിപ്പിയുടെ ആൻസർ ഷീറ്റ് കത്തിച്ച് കളയുക. ഇതൊന്നും പോരാഞ്ഞ് ഊഞ്ഞാലാട്ടി കൊടുക്കാൻ ആരെങ്കിലും പറഞ്ഞാലോ അവരെ വിമാനമില്ലാതെ ആകാശത്തു കൂടി പറത്തിവിടുക. പിന്നെ ഇവനെ ഫുട്ബോൾ കളിക്കാൻ കൂട്ടിയ അതിനേക്കാൾ രസമാണ് ഗോളിയായി നിൽക്കുന്ന ഇവൻ തന്നെ അപ്പുറത്തെ ഗോൾ പോസ്റ്റിൽ കൊണ്ടുപോയിട്ട് പന്ത് പോയി ഇടിക്കും. അങ്ങനെയാണ് നമ്മുടെ ചെക്കൻ വളർന്നത്. ഇവന്റെ പേരെന്താണെന്നറിയാമോ? ജുവാൻ. അങ്ങനെ നമ്മുടെ പയ്യൻ ഏകദേശം 10 വയസ്സായി. കൂട്ടുകാരും തന്നെ പിറന്നാളിന് വന്നില്ല. അപ്പൊ അച്ഛൻ അവനെ വന്ന് ഉപദേശിച്ചു, മോനെ നീ ഇങ്ങനെ വിയേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അപ്പൊ കുട്ടികൾക്ക് നിന്നോടുള്ള പേടിയൊക്കെ മാറും. പിന്നെ ഇത് സ്പെയിനല്ലേ, ഇവിടെ ഈ സൂപ്പർ പവറും കാര്യങ്ങളും ഒന്നും ആരും വിശ്വസിക്കില്ലെന്ന്. അങ്ങനെ നമ്മുടെ ജുവാന് ഇപ്പൊ 30 വയസ്സായിരിക്കാണ്. അവന്റെ കൂട്ടുകാരനായ ജെയിംസിന്റെ കമ്പനിയിലാണ് ജുവാൻ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവന് മാക്സിമം എൻജോയ്മെന്റ് ആണ് കൂടുതൽ. ഇപ്പൊ ജെയിംസ് ഇവനെ കാണാൻ വരുന്നു എന്ന് പറയുമ്പോഴാണ് ജുവാൻ വീട്ടിൽ നിന്ന് എണീറ്റ് കമ്പനിയിലേക്ക് വരുന്നത്. പിന്നെ സൂപ്പർ സ്ട്രെങ്ത്, സൂപ്പർ സ്പീഡൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ജെയിംസിന് എന്താ ആവശ്യം എന്ന് വെച്ചാൽ ഇന്നൊരു പെണ്ണ് ജോലിക്ക് വരുന്നുണ്ട്. ആ പെണ്ണിനെ വളയ്ക്കാനായിട്ട് ജുവാൻ കൂട്ടു നിൽക്കണം. ജൂലി എന്നാണ് അവളുടെ പേര്. ഓക്കെ, ജെയിംസ് ജുവാനോട് അങ്ങനെ ഒക്കെ പറയുന്നുണ്ട്. ജുവാൻ വന്ന് നോക്കുമ്പോൾ ജൂലി ആരാ? ഇവന്റെ കോളേജ് മേറ്റ് ആയിരുന്നു. ജുവാനെ കണ്ടതും ജൂലി വന്നിട്ട് നിന്റെ ഇവിടുത്തെ ബോസ് ഇല്ലേ, പുള്ളി ഒരു പഞ്ചാരി കൊട്ടനാണല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ജുവാൻ പറഞ്ഞു, ആ ബോസ് നിന്നെ വിളിക്കുന്നുണ്ട്, എന്തോ നിനക്ക് പാർട്ടി എങ്ങാട്ട് തരണം എന്നൊക്കെ. അങ്ങനെ നമ്മുടെ ജെയിംസും ജുവാനും ജൂലിയും കൂടെ ഫോട്ടോ എടുക്കുമ്പോൾ അവിടെ 2 വൃത്തിയാക്കുന്ന ആൾക്കാരെ കണ്ടു. ഇവിടെ ഇപ്പോൾ പുതിയ വാക്യൂം ക്ലീനർ വന്നുകൊണ്ട് ക്ലീനിങ്ങിന്റെ ആൾക്കാരെ ജെയിംസ് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. എന്നിട്ട് ജുവാനോട് പെട്ടെന്ന് തന്നെ അവളെ സെറ്റാക്കി തരണം എന്ന് പറയുമ്പോൾ ജൂലിയുടെ മനസ്സിലിരിപ്പോൾ ജുവാന് മനസ്സിലായി ജെയിംസിനെ കരുവാക്കി അവൾക്ക് ഇവിടെ ജോലി വേണം, അതിനു വേണ്ടിയാണ് ഇവനോട് അടുത്ത് പെരുമാറുന്നത്. അങ്ങനെ അന്നത്തെ പാർട്ടി ക്യാൻസൽ ചെയ്യിപ്പിച്ച് അവിടെ നിന്ന് ജൂലി നേരത്തെ പോയി, എന്തായാലും നീ നാളെ തൊട്ട് അവളെ വളയ്ക്കാൻ എൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ നമ്മുടെ ജെയിംസ് പറയുമ്പോൾ ജുവാൻ എനിക്ക് ഒന്ന് പുറത്തു പോകണം എന്ന് പറയാണ്. കാരണം നമ്മുടെ ജൂലിയെ ജുവാനും കോളേജിന്റെ ടൈമില് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളുടെ പിറകെ പോയിട്ട് അവൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പിസയൊക്കെ വാങ്ങിച്ചു കൊടുത്ത്, നീയും കോളേജിൽ പഠിക്കുമ്പോൾ റോബിനുമായിട്ട് ഇഷ്ടത്തിലല്ലായിരുന്നു, അതൊക്കെ ഇപ്പം എങ്ങനെയാ പോകുന്നത് എന്നൊക്കെ ചോദിച്ച് അവൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്നത് അറിയാണ്. അവരിയ്ക്കുന്ന കഫേയിൽ 2 പിള്ളേർ വന്നതൊക്കെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ജൂലി പോയിട്ട് അതിലിടപെട്ടു. ആ പിള്ളേരാണെങ്കിൽ ഇതിന്റെ പേരിൽ ജുവാനെ തല്ലാൻ വരികയാണ്. ജുവാൻ അവന്മാരെ ഒന്ന് തൊട്ടതേ ഉള്ളൂ, അവരൊക്കെ പറന്നുപോയി. അങ്ങനെ തിരികെ പോകാനായിട്ട് ഇരിക്കുമ്പോൾ ഇവനിരിക്കുന്ന സബ്വേയിലാവട്ടെ ഒരു ട്രെയിൻ അപകടത്തിൽ പെടാൻ പോവാണ്. അത് കൺട്രോൾ ഇല്ലാതെ വരുന്നുണ്ട് എന്നുള്ള ന്യൂസ് ഒക്കെ വരുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇവന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതല്ലേ ഈ സൂപ്പർ പവേഴ്സ്. ഒരു അപകടം വരുമ്പോൾ ഇവന് സഹായിക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ ആ കൺട്രോൾ ഇല്ലാതെ ട്രെയിന് പോയപ്പോൾ അതിന് പിറകെ അതിനേക്കാൾ സ്പീഡിൽ നമ്മുടെ ജുവാൻ ഓടി. എന്നിട്ട് അപ്പുറത്തെ സ്റ്റേഷനിൽ പോയിട്ട് ഇതിനെ പിടിച്ചു വെക്കാൻ നോക്കി, പക്ഷെ ആ ട്രെയിൻ നിന്നില്ല. അങ്ങനെ ഭിത്തിയിൽ പല്ലിയിരിക്കുന്ന കണക്ക് നമ്മുടെ ജുവാൻ ട്രെയിനിന്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ട് ഈ ഒരു സബ്വേയുടെ ഏറ്റവും അവസാനത്തിൽ പോയി ഫയർ എക്സ്റ്റിങ്ക്വിഷറിന്റെ എലാസ്റ്റിക് ഒക്കെ ഉപയോഗിച്ച് ട്രെയിനിനെ പിടിച്ചു നിർത്താനുള്ള സകല സംവിധാനവും റെഡിയാക്കി വെച്ചു. അങ്ങനെ ഈ ട്രെയിൻ വന്ന് ഈ എലാസ്റ്റിക്കിലിടിച്ച് അതേ കണക്ക് ബാക്കിലോട്ട് പോവാണ്. ഇനി സ്പീഡ് അഡ്ജസ്റ്റ് ആയിട്ട് ഓക്കെ ആയിക്കോളും. പക്ഷേ ജുവാൻ ഇത്രയും ചെയ്തത് കണ്ട ആൾക്കാരൊക്കെ ഇവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ഒരു CCTVയിലും അവന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചിറ്റ് ടെക്നോളജീസിന്റെ. ഈ ചിറ്റ് ടെക്നോളജീസിന്റെ CEO ആണ് അഗത, നമ്മുടെ മറ്റേ അഗത തന്നെ. അപ്പോൾ പുള്ളിക്കാരിയാണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നത് ഈ ജുവാനെ തപ്പി തന്നെയാണ്. അങ്ങനെ ഇവളുടെ കൂട്ടാളികൾ സ്പെയിനിൽ ഇങ്ങനെ ഒരു
സൂപ്പർ പവറുള്ള ആളെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അവൻ തന്നെയായിരിക്കും മാഡം അന്വേഷിക്കുന്നത് എന്നൊക്കെ പറയാണ്. ഇവിടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് റോബോട്ടിക് ടെക്നോളജികൾ സംഗതികളൊക്കെ തന്നെ പുറത്തിറക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം നമ്മുടെ ജുവാനെ പറ്റിയിട്ടുള്ള ന്യൂസാണ് എങ്ങുള്ളത്, സ്പെയിനിലെ സൂപ്പർ ഹീറോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ജൂലിക്ക് മാത്രം അതിലൊരു വിശ്വാസമില്ല. സൂപ്പർ ഹീറോയോ സ്പെയിനിലോ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ പിന്നെയോ നോക്കാരുതെന്നൊക്കെ പറയുമ്പോൾ ജുവാനാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല, കാരണം അവനാണല്ലോ ഇത്. അന്നേരം ജൂലി പറഞ്ഞു അതിൻ്റെ പേരിൽ എന്തിനാ നമ്മൾ തല്ലുപിടിക്കുന്നതിന്, വൈകിട്ട് നമുക്ക് ഡേറ്റിന് പോകാമെന്ന് പറയുമ്പോൾ ജെയിംസ് പെട്ടെന്ന് അങ്ങോട്ട് കയറി വന്ന സ്ഥിതിക്ക് പിന്നീട് അവിടുന്ന് സംസാരിക്കുന്നില്ല. പോരാത്തതിന് അഗത ഇപ്പോൾ സ്പെയിനിലോട്ട് വരുന്നുണ്ടെന്നൊരു ന്യൂസും വന്നിട്ടുണ്ടായിരുന്നു. അഗതയാണെങ്കിൽ അവളുടെ അച്ഛനോട് സംസാരിക്കുകയാണ്, അവനെ ഞാൻ കണ്ടെത്തി, ഇനി അച്ഛൻ്റെ മുന്നിൽ അവനെ ഞാൻ കൊണ്ടുവന്ന് തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇവർ സ്പെയിനിലെത്തി. ജുവാൻ ആവട്ടെ ജൂലിയുടെ കൂടെ ഡേറ്റ് പോകാൻ നിൽക്കുകയാണ്. വണ്ടിയിലിരിക്കുമ്പോൾ ഇവന്റെ ചെവിയിൽ കുത്തി തുളയ്ക്കുന്ന ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഇത് സൂപ്പർ പവറുള്ള ആൾക്ക് മാത്രമേ കേൾക്കാനായി സാധിക്കുകയുള്ളൂ, ഞാൻ ആരാണ് സംസാരിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ ഈ ശബ്ദത്തെ ഫോളോ ചെയ്ത് വരണം എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ സ്പെയിനിലുള്ള ചിറ്റ് എന്റർപ്രൈസസിൽ നമ്മുടെ ജുവാൻ എത്തിയിരിക്കുകയാണ്. അങ്ങനെ അഗതവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഓ നീയാണപ്പാ സൂപ്പർ പവറുള്ള ആളല്ലേ. അപ്പോൾ പറയാണ്, അല്ല മാഡം നിങ്ങൾ ആ അഗതയല്ലേ, ആ മറ്റേ വാക്യൂം ക്ലീനറൊക്കെ ഉണ്ടാക്കുന്നത്, നിങ്ങൾ എന്തിനാ എന്നെ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് നിൽക്കണേ. അപ്പോൾ ജുവാനോട് അഗത പറഞ്ഞു, നീ മനുഷ്യനല്ല, നീ ഒരു ഏലിയനാണ്, നിന്റെ കസിനാണ് ഞാൻ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവനാണെങ്കിൽ അതൊന്നും കേൾക്കാതെ അവിടെ നിന്ന് വെളിയിൽ കടക്കാൻ നോക്കിയപ്പോഴേക്ക് കുറേ റോബോട്ടുകൾ അവിടേക്ക് വരുത്തിച്ച് ഇവരെയൊക്കെ ഇല്ലാതാക്കിയിട്ട് നീ പോയാൽ മതി എന്ന് പറയാണ്. എന്തൊക്കെ പറഞ്ഞാലും ജുവാന് കഴിവുണ്ട്, അതായത് അവന് പവർ ഉണ്ട്. അപ്പോൾ ഇവരടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവനടിച്ചു പൊടിച്ചു എന്ന് പറയണം. ഇവന്റെ ഈ ഒരു കഴിവ് കണ്ടപ്പോൾ അഗതയ്ക്ക് കൺഫേം ആയി ഇവൻ തന്നെയാണ് ആള്. എന്നാലും ജുവാൻ വെളിയിലോട്ട് വരികയാണ്. അഗത പറഞ്ഞു, കുഴപ്പമില്ല, അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ പേര് കിട്ടിയിട്ടുണ്ട്, ജൂലി എന്നാണ് പേരെന്ന്. ഇതേ സമയം ജെയിംസ് ഓഫീസിലിരിക്കുമ്പോൾ ഈ ചിറ്റിന്റെ വാക്യൂം ക്ലീനർ അവിടെ ഉണ്ടായിരുന്നു. ആ വാക്യൂം ക്ലീനർ ജൂലിയുടെ DNA അവള് കുടിച്ച ടീ കപ്പിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട ജെയിംസ് ആ ഒരു വാക്യൂം ക്ലീനർ അടിച്ചു പൊടിക്കാൻ നോക്കിയപ്പോൾ അത് ഇവനെ പേടിപ്പിക്കുന്നുണ്ട്. അന്നേരം അവിടെ ക്ലീനിങ്ങിനായിട്ട് മുന്നിൽ നിന്നിരുന്ന ആൾക്കാരില്ല, അവരൊക്കെ വന്ന് അങ്ങനെ അവസാനം ഈ ഒരു വാക്യൂം ക്ലീനർ തല്ലിപ്പൊളിച്ച് കളഞ്ഞെങ്കിലും ആ ഒരു DNA ഇപ്പോൾ അഗതയുടെ കയ്യിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ആ DNA വെച്ച് ഒരു ക്ലോണിനെ ഉണ്ടാക്കണം എന്നൊക്കെയാണ് അവളുടെ പ്ലാൻ. ഇവിടെ നമ്മുടെ ജൂലി ആണെങ്കിൽ ഡേറ്റിനെ വിളിച്ച് വെയിറ്റ് ചെയ്ത് അവസാനം ജുവാനെ തേടി അങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. എന്നിട്ട് നിനക്ക് എന്നോട് സ്നേഹമില്ല എന്നൊക്കെ പറയുന്നു. ജെയിംസ് ആണെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഓഫീസിൽ നടന്നു എന്ന് ജുവാനെയും ജൂലി അറിയിക്കാൻ ഫോൺ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവരാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. ജുവാൻ ആണെങ്കിൽ ജൂലി പറഞ്ഞത് കേട്ട് അവസാനം ഭ്രാന്ത് പിടിച്ച് അവൾക്കൊരു അടിപൊളി കിസ് അങ്ങ് കൊടുത്തിട്ട് ഇനി പറയാൻ നിനക്ക് എന്നോട് സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. അന്നേരം ആ കിസ് ചെയ്യുന്നത് ജെയിംസ് കണ്ടിട്ടുണ്ടായിരുന്നു. ജെയിംസിനെ ആണെങ്കിൽ അഗത പിടിച്ചുകൊണ്ട് പോയി. ആ ജുവാനോടുള്ള ദേഷ്യം ജൂലിയിൽ അങ്ങനെ തീർക്കാം, അവനങ്ങനെ പിടിക്കാം എന്നുള്ള രീതിയിലൊക്കെ. ജുവാൻ ആണെങ്കിൽ ഇപ്പം നേരെ അവൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് അച്ഛനോടും അമ്മയോടും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ശരിക്കും അറിയോ എൻ്റെ പാരൻസ് ആരാണെന്ന്, ഞാൻ ഇവിടെ തന്നെ ജനിച്ചതാണോ അതോ എന്നെ എവിടെന്നെങ്കിലും കിട്ടിയതാണോ, നിങ്ങൾ സത്യം പറ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം അച്ഛനും അമ്മയും ഒന്നും പറഞ്ഞു കൊടുത്തില്ല. പിന്നീട് എന്തോ അത്യാവശ്യമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ജുവാന് അവൻ വന്നിറങ്ങി ആ ഒരു സ്പേസ്ഷിപ്പ് കാണിച്ചു കൊടുക്കുകയും അതിൽ നിന്ന് അവനൊരു ബട്ടൺ അമർത്തിയപ്പോൾ ഒരു ഹോളോഗ്രാം പോലെ ഇവൻ്റെ ഒറിജിനൽ ആ ഒരു സയൻറ്റിസ്റ്റ് അച്ഛനില്ല പുള്ളിക്കാരൻ വരികയും ചെയ്തു. അങ്ങനെ ഇവനൊരു സൂപ്പർ വെപ്പണാണ്. അതുപോലെ തന്നെ ഇവൻ ഇത് അറിയുന്ന പ്രായം എത്തിക്കഴിഞ്ഞാൽ, സൂപ്പർ പവറൊക്കെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ ഈ നേതാവിനെ തോൽപ്പിക്കാനായിട്ട് നീ നമ്മുടെ ഗ്രഹത്തിലേക്ക് തിരിച്ചു വരണം, ഞങ്ങളെ രക്ഷിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇവൻ്റെ എന്തൊക്കെ പവറുകളുണ്ടോ അതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇവന് പറക്കാൻ കൂടി പറ്റുമെന്ന് ഈ സയൻറ്റിസ്റ്റ് പറഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത്. പിന്നെ അവൻ്റെ ഒരു യൂണിഫോം, അതായത് നമ്മൾ പറയത്തില്ലേ ഈ സൂപ്പർ ഹീറോയുടെ സൂപ്പർ സ്യൂട്ട്, അങ്ങനത്തെ ഒരു സംഗതി കൂടെ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇവൻ്റെ അമ്മയാണെങ്കിൽ അത് കണ്ടപ്പോൾ തൊട്ട് അവന് ഈ സൂപ്പർമാൻ്റെ രീതിയിൽ കേപ്പൊക്കെയുള്ള ഒരു അടിപൊളി സ്യൂട്ട് തയ്ച്ചു കൊടുത്തിരിക്കുകയാണ്. അതിട്ടുമ്പോൾ നമ്മുടെ ജുവാനാണെങ്കിൽ നിങ്ങൾക്കൊക്കെ പ്രാന്ത, അല്ല ഞങ്ങൾക്ക് പ്രാന്തല്ല, നിനക്ക് പറക്കാൻ പറ്റുമെന്നാണ് ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നും പറഞ്ഞ് അവനൊരു ബിൽഡിങ്ങിൻ്റെ പൊക്കത്തോട്ട് അവർ വലിച്ചു കയറ്റി. ഇവനാണെങ്കിൽ മൂക്കും കുത്തി താഴെ വീഴുക എന്നല്ലാതെ അവനെ കൊണ്ട് പറക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവൻ മൂക്കിടിച്ച് വീണത് അതിലൂടെ പോയ 2 പിള്ളേർ കാണും, 3 പിള്ളേർ കാണുകയാണ്. ആ പിള്ളേരാണെങ്കിൽ നിങ്ങൾ ആരുടെ കോമാളിയോ എന്നൊക്കെ പറഞ്ഞ് ഇവനെ കളിയാക്കിയപ്പോൾ യോ എന്ന് പറഞ്ഞതാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ യോ പറഞ്ഞാലാണ് ഇവന് ശരിക്കും പറക്കാൻ പറ്റുക എന്ന്. അങ്ങനെ ജുവാൻ പറന്നില്ലേ. ഇവനാണെങ്കിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു മനുഷ്യൻ്റെ ഫ്രണ്ടിൽ പോയി വീണിട്ട്, അതെ ഈ കാട്ടൂർക്കര പഞ്ചായത്തിലേക്ക് എങ്ങനെയാ പോവുക എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇയാൾ ആ വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജുവാൻ അവിടെ നിന്നും പറന്നു പോയിട്ട് നേരെ ഒരു പാടത്ത് വീണു. ആ പാടത്താണെങ്കിൽ വെട്ടിയ മരങ്ങൾ കൂട്ടിയിടുന്ന ഒരാളെ കാണുകയാണ്. ഇവിടെയും പോയിട്ട് ഇവൻ സെയിം പഞ്ചായത്തിൻ്റെ പേര് ചോദിക്കുകയാണ്. ദേ ആ വഴി പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ജുവാൻ അയാളുടെ മുന്നിൽ വെച്ച് പറക്കാണ്. ഇയാളും ആകെ പേടിച്ചു പോയി, തൻ്റെ മുന്നിൽ ആരാ മായാവിയാണോ വന്നെന്നൊക്കെ ഓർത്തിട്ട്. ഇവൻ എന്തിനാ ഈ കാട്ടൂർക്കാരെ തിരയുന്നത്, അവൻ്റെ വീട് അവിടെയല്ലേ. അങ്ങനെ ജുവാൻ നേരെ പോയിട്ട് വീട്ടിൽ ലാൻഡ് ചെയ്തു. അവന് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. അപ്പോഴാണ് ജൂലി അങ്ങോട്ട് വരുന്നത്. ശരിക്കും ഇത് ജൂലി അല്ല, അഗത ഉണ്ടാക്കിയ റോബോട്ടായിരുന്നു. അങ്ങനെ ജുവാൻ ഇതറിയാതെ ഇതെൻ്റെ ഗേൾ ഫ്രണ്ടാ എന്നൊക്കെ പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് റൂമിലോട്ട് പോവാണ്.
എന്നിട്ട് ഇന്നലെ ഉണ്ടായ കാര്യത്തെ പറ്റി നീ എന്തെങ്കിലും പറയാൻ വന്നതാണെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ജൂലി ഈ ഒരു റോബോട്ടിൻ്റെ മുന്നിൽ അങ്ങനെ ആ രീതിയിൽ അഗതയാണ് ജുവാനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അഗത നിന്നെ കാത്തിരിക്കുന്നുണ്ട്, അവരൊരു പാവാണ്, ഞാൻ അവരെ മീറ്റ് ചെയ്തിരുന്നു എന്നൊക്കെ ജൂലി പറയുന്നത് പോലെ ജുവാൻ്റെ ചെവിയിലേക്ക് ഇവരെത്തിക്കുകയാണ്. അന്നേരത്ത് സംസാരത്തിനിടയിൽ ജെയിംസിൻ്റെ കാര്യം വരുന്നുണ്ട്. അപ്പോൾ ജെയിംസ് എൻ്റെ ഫ്രണ്ടാണ്, അവൻ എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ ജുവാൻ പറഞ്ഞപ്പോൾ ജെയിംസിന് ഇവിടെ മനസ്സലിഞ്ഞു. അപ്പോഴേക്ക് നമ്മുടെ ജുവാൻ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു, ജൂലി ഒറിജിനൽ അല്ല, അവൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, റോബോട്ടാണ്. അങ്ങനെ നമ്മുടെ ജുവാൻ എന്ത് ചെയ്തു, എനിക്കിപ്പോൾ തന്നെ ആ സ്യൂട്ട് എടുത്തിടണം എന്നൊക്കെ പറഞ്ഞ് സ്യൂട്ടൊക്കെ എടുത്തിട്ട് നമ്മുടെ ജൂലിയായിട്ട് ഫൈറ്റ് ആരംഭിച്ചു. ഫൈറ്റിൻ്റെ അവസാനം ജൂലി റോബോട്ടിൻ്റെ തല വരെ നമ്മുടെ ജുവാൻ ഇളക്കി പറിച്ച് എടുക്കുന്നുണ്ട്. അവസാനം അഗതയുടെ ഈ ഒരു പ്ലാൻ ഇപ്പോൾ നല്ല രീതിയിൽ ഫ്ലോപ്പ് ആയിരിക്കുകയാണ്. പക്ഷെ ജൂലിയെ വരെ ഇവർക്ക് പിടി കിട്ടിയിരിക്കുന്നു. ഈ സമയത്ത് ജെയിംസ് ആണെങ്കിൽ ഈ ഒരു ജോലി ഉപേക്ഷിച്ച് ജുവാൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ തുറന്നു പറയാം എന്ന് വിചാരിച്ചപ്പോഴേക്ക് ഇത് മനസ്സിലാക്കിയ അഗത അവനെ ഇവിടെ പിടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ജൂലിയുടെ ലൈഫ് ആപത്താണെന്നറിഞ്ഞപ്പോൾ ജുവാൻ എന്ത് ചെയ്തു, അവൾ എവിടെയാണെന്നുള്ളത് ചോദിച്ചിട്ട് നേരെ അവിടോട്ട് പോവാണ്. അവളോട് സത്യങ്ങളൊക്കെ തുറന്നു പറയണം, അവൾക്ക് പ്രൊട്ടക്ഷൻ വേണം എന്നൊക്കെ കരുതിയിട്ട്. എന്നാൽ ഇവനൊരു സൂപ്പർ ഹീറോ ആണ്, ഇവന് പറക്കാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ ജൂലിയാണെ അത് വിശ്വസിക്കുന്നില്ല. നീ സത്യമാണ് ഞാൻ പറയുന്നത് വിശ്വസിക്കുക, ഞാൻ വേറെ ഗ്രഹത്തിലെ ആളാണ്. അപ്പോൾ പറഞ്ഞു, നീ എന്നാൽ നിൻ്റെ ആ പറക്കുന്ന കഴിവൊന്ന് എന്നെ കാണിച്ചു തന്നെ. അങ്ങനെ ഇവൻ എന്ത് ചെയ്തു, അവിടെ വെച്ച് ഡ്രസ്സൊക്കെ അഴിച്ച് അവൻ്റെ സ്യൂട്ടിലായിട്ട് പറക്കാൻ നോക്കിയപ്പോഴേക്ക് ഇവിടെ ഫേക്കായിട്ട് സൂപ്പർ ഹീറോ വേഷം കിട്ടിയിട്ടുള്ള കുറച്ച് പേരുണ്ടായിരുന്നു. അങ്ങനെ നീ മാത്രം ഒറ്റയ്ക്ക് ഷൈൻ ചെയ്യണ്ടെന്ന് പറഞ്ഞ് അവന്മാർ ഇവനിട്ട് ഇടിക്കാൻ തുടങ്ങി. ഈ തക്കത്തിന് ജൂലിയെ അഗതയുടെ ആൾക്കാർ വന്ന് പിടിച്ചുകൊണ്ട് പോവാണ്. എന്നിട്ട് അഗതയുടെ വക ആ മറ്റേ അശരീരിയും അവളൊരു പ്രത്യേക സൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്, ജൂലിയെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ ജൂലിയെ രക്ഷപ്പെടുത്താനായിട്ട് നമ്മുടെ ജുവാൻ അവിടെ നിന്ന് പറന്ന് നേരെ അഗതയുടെ ഓഫീസിലോട്ട് വരികയാണ്. ഇവിടെ വന്നപ്പോഴാണ് ജൂലി മാത്രമല്ല ജെയിംസും അവിടെ ഉണ്ടായിരുന്നു. ജെയിംസിനാണെങ്കിൽ ഇവൻ്റെ പവേഴ്സ് അറിയാവുന്നത് കൊണ്ട് അവൻ പറയുന്നുണ്ട് ഇവിടെ ട്രാപ്പാണ്, നീ ഇവിടെ നിന്ന് പോയെന്ന്. പക്ഷെ ജൂലി ഇപ്പോഴും അവൻ്റെ പവറുകളിൽ വിശ്വസിക്കുന്നില്ല. അങ്ങനെ അവനാണെങ്കിൽ അവളെ സ്കാൻ ചെയ്തിട്ട് നിനക്ക് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ഓക്കെ ആയി. അവിടെ കുറേ സ്പീക്കേഴ്സ് ഉണ്ടായിരുന്നു, അതിൽ അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിച്ച് ഇവനെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്ത് വീഴ്ത്തുകയാണ് അഗത ചെയ്യുന്നത്. അപ്പോൾ ഇവനെ എങ്ങനെയെങ്കിലും മോട്ടിവേറ്റ് ചെയ്യണം. അതിന് ഇവനോട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചാൽ പറ്റത്തില്ല. അതുകൊണ്ട് ഇവരാണെങ്കിൽ മാക്സിമം നീ ഒരു കഴിവെട്ടവനാണ്, തെണ്ടിയാണ്, വട്ടിയാണ്, അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ തക്കത്തിന് നമ്മുടെ അഗത അവളുടെ അച്ഛനെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷെ ഇത്രയൊക്കെ ചെയ്തിട്ടും അവളുടെ അച്ഛനൊരു വിലയുണ്ടായിരുന്നില്ല. ഇവിടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി നമ്മുടെ ജുവാൻ എണീപ്പിച്ച് അവൻ ഇവിടെ നിന്ന് പുറത്ത് കടക്കാനുള്ളൊരു വഴിയും ഉണ്ടാക്കി. ഇവരുമായിട്ട് പുറത്ത് പോയ സമയത്താണ് അഗത അച്ഛനുമായിട്ട് ഇങ്ങോട്ട് വരുന്നത്. എന്നാൽ അച്ഛൻ ഇവിടെ ജുവാനെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഇവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു, നിനക്കൊരു കഴിവില്ല എന്ന്. ഈ കള്ളക്കളവനെ കൊണ്ട് തോറ്റല്ലോ മനുഷ്യൻ എന്നും പറഞ്ഞിട്ട് അച്ഛനെ തന്നെ നമ്മുടെ അഗത തട്ടിക്കളഞ്ഞു. എന്നിട്ട് ഇനി ഞാനാണ് നിങ്ങളുടെ നേതാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ ഭയങ്കര ഷൈൻ ചെയ്തിരിക്കുകയാണ്. ഇനി ഞാൻ അവനെ പിടിക്കുക മാത്രമല്ല, അവനുള്ള ഈ ഭൂമി മുഴുവൻ ഞാൻ അണ്ടറിലാക്കും എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. ഈ സമയത്ത് നമ്മുടെ ജുവാനും ജെയിംസും ജൂലിയും കൂടെ അവന്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒട്ടും വൈകാതെ അഗതയും ഇവനെ പിടിക്കാൻ അവന്റെ നാട്ടിലോട്ട് വന്നിരിക്കുകയാണ്. ഇതേ നേരത്ത് ജുവാനും ജൂലിയും അവന്റെ സ്യൂട്ട് കത്തിക്കുകയാണ്, ഇത് ആവശ്യം വരില്ല എന്നും പറഞ്ഞിട്ട്. കറക്റ്റ് സമയത്ത് അഗത വന്നതോട് കൂടിയിട്ട് ജുവാൻ പോയിട്ട് മാരണം, ഇത് പിന്നെ എന്റെ പിന്നാലെ വന്നു എന്നും പറഞ്ഞിട്ട് അഗതയുടെ അടുത്ത് പോകുമ്പോഴേക്ക് അവൾ ഇരുന്നിരുന്ന ചെയർ അവളൊരു റോബോട്ടാക്കി മാറ്റി. എന്നിട്ട് ഇവന്റെ നേരെ വന്നു. കത്തിക്കരിഞ്ഞതാണെങ്കിലും ആ സ്യൂട്ട് വീണ്ടും ജുവാൻ എടുത്ത് അണിയാണ്. എന്നിട്ട് ഇവളെ ഇങ്ങനെ തടയാൻ നോക്കുന്ന സമയത്തേക്ക് ജുവാന്റെ അച്ഛനുണ്ടല്ലോ ജെയിനിന്റെ വാക്വം പമ്പ് വലിച്ചെടുക്കുന്ന കൂട്ട് ആ റോബോട്ടിന്റെ ഉള്ളിലേക്ക് അവൾ അങ്ങോട്ട് വലിച്ചെടുത്തു. അത് തടയാൻ പോയിട്ടുള്ള നമ്മുടെ ജുവാനെ ആണെങ്കിൽ കറക്കി തൂക്കിയെടുത്ത ഒരൊറ്റയേറ്. ആ കള്ളപ്പിള്ളേര് ഇത് വന്നിട്ട് ലൈവ് എടുത്ത് വിടുന്നുണ്ട്. ഇവൻ നേരെ പോയി വീഴുന്നത് എവിടേക്കാണെന്ന് അറിയാമോ? വേൾഡ് കപ്പ് നടക്കുന്ന ഗ്രൗണ്ടിലേക്ക്. അങ്ങനെ ഇപ്പുറത്താണെങ്കിൽ ഈ റോബോട്ടിനെ തടയാൻ വന്ന അവന്റെ അമ്മയെയും അവനിപ്പോൾ റോബോട്ടിന്റെ ഉള്ളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ജുവാനെ മണ്ണിലിട്ട് ഒരൊറ്റ ചതിക്കല്. ജെയിംസും ജൂലിയും വീടിനകത്തായിരുന്നു. നീ പോയിട്ട് അതിനെ തടയുക എന്ന് ജൂലി പറഞ്ഞപ്പോൾ നമ്മുടെ ജുവാനെ ആപത്തൊന്നും വരാതിരിക്കാൻ വേണ്ടി ജെയിംസ് റോബോട്ടിന്റെ ശ്രദ്ധ തിരിക്കാൻ വന്നതും അവനെയും റോബോട്ട് ഉള്ളിലേക്ക് വിഴുങ്ങിക്കളഞ്ഞു. ജൂലി ഈ തക്കത്തിന് ഒരു വണ്ടി എടുത്തുകൊണ്ട് വന്ന് റോബോട്ടിന്റെ ശ്രദ്ധ തിരിക്കുകയാണ്. കാരണം ജുവാൻ ഇപ്പോഴും ബോധമില്ലാതെ കിടക്കാണ്. എന്നിട്ട് ജുവാനെ നീ എണീക്കടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവൾ ആ വണ്ടി കൊണ്ടുപോയിട്ട് ഒരു പൂളിന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് നിർത്തി. ഈ തക്കത്തിന് ജുവാൻ എണീക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ റോബോട്ടിന്റെ നേരെ വന്ന് പറഞ്ഞു, ഈ ഭൂമിയിലുള്ള ലോപ്പസ് കുടുംബത്തിലെ ഞാൻ സൂപ്പർ ലോപ്പസ് ആണ് എന്നും പറഞ്ഞിട്ട് ഈ റോബോട്ടിനെ ഫുള്ള് ഫ്രീസ് ആക്കി ഒരൊറ്റ തട്ട് ജൂലി കൊണ്ടുവന്നിട്ട് വണ്ടിയിൽ തടഞ്ഞ് അത് നേരെ ആ ഒരു പൂളിലേക്ക് വീണ് അവസാനം റോബോട്ട് ഫുള്ള് പാർട്സ് ആയി. എല്ലാവരും രക്ഷപ്പെട്ടു. അഗതയാണെങ്കിൽ വെളിയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം അമ്മ വന്നിട്ട് ജുവാനോട് പറഞ്ഞു, നിന്റെ ഗ്രഹത്തിൽ പോയിട്ട് അവരെ രക്ഷിക്കണമെന്ന്. ജുവാൻ എന്തോ ചെയ്തു, അന്നത്തെ ആ ഒരു ഫേക്ക് സൂപ്പർ ഹീറോ ഇല്ലേ, അതിനെ എടുത്തുകൊണ്ട് നമ്മുടെ അഗതയും കൂട്ടി പറഞ്ഞയക്കുകയാണ്. അവനാണ് ശരിക്കും അവരുടെ മകൻ എന്നുള്ള
നല്ല രീതിയിൽ. എന്നിട്ട് ജൂലിയോടൊത്ത് നമ്മുടെ ഭൂമിയിൽ സുഖമായിട്ട് ജീവിക്കുകയാണ്. ഇവന്റെ സൂപ്പർ പവറും കാര്യങ്ങളൊന്നും ഇപ്പോഴും പോയിട്ടില്ല, അവനത് ചെയ്യുന്നുണ്ട്. ഈ നാട്ടിലാകെ ഇവനെ പറ്റി ഫുൾ ചർച്ചകളാണ്. ഈ സൂപ്പർ ഹീറോ നല്ലതാണ്, സൂപ്പർ ഹീറോ ചീത്തയാണ്, ശരിക്കും ഇതുണ്ടോ ഇല്ലയോ, അങ്ങനെ ചർച്ചകൾ. ജുവാൻ ആണെങ്കിൽ ആർക്കൊക്കെ തന്നെ ആവശ്യമുണ്ടോ അവർക്കൊക്കെ സഹായം ചെയ്ത് നല്ല രീതിയിൽ ജീവിച്ചു വരുന്നു. അവനെ പറ്റിയുള്ള ചർച്ചകൾ കേൾക്കുമ്പോൾ അവന് തന്നെ ഒരു കോമഡിയും സന്തോഷവും സങ്കടവും അങ്ങനെയൊക്കെ തോന്നാറൊക്കെ ഉണ്ട്. ഒരു ദിവസം നമ്മുടെ ജൂലിയും ജുവാനും കൂടി ചായ കുടിക്കാൻ വേണ്ടി ഒരു കഫേയിലോട്ട് പോയതാണ്. അവിടെ വെച്ച് നമ്മുടെ ജുവാൻ ഒരുത്തനെ കണ്ടുമുട്ടി, അതും സൂപ്പർ പവറുള്ള ഒരുത്തൻ, അതും നമ്മുടെ സൂപ്പർ ലോപ്പസിനെ തേടി വന്നവൻ. ഇനി അവനെ എങ്ങനെ നമ്മുടെ ജുവാൻ നേരിടുമോ എന്തോ. ഇങ്ങനത്തെ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് 2018 പുറത്തിറങ്ങിയ സൂപ്പർ ലോപ്പസ് എന്ന ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഇത് ശരിക്ക് സൂപ്പർമാൻ അല്ലേ എന്നുള്ളൊരു സംശയം നിങ്ങൾക്കുണ്ടായിരിക്കും, പക്ഷെ അത് യാദൃശ്ചികം മാത്രമാണ്. കാരണം ഇത് സൂപ്പർമാൻ്റെ സ്പൂഫാണ്, നമ്മൾ പറയത്തില്ലേ, ഇത് കോപ്പി അടിച്ചതല്ല. നമ്മൾ കോമഡികളൊക്കെ കണ്ടിട്ടില്ലേ, ഓരോ ഫിലിമിൻ്റെ സ്പൂഫൊക്കെ പറഞ്ഞിട്ട്, അതേ കൂട്ട് ഒരു സ്പാനിഷ് മൂവിയാണ്. സൂപ്പർമാൻ്റെ കഥയുമായിട്ട് ബന്ധപ്പെടുത്തി അവർ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു കഥയാണ്. സോ നിങ്ങൾക്ക് സൂപ്പർമാൻ ആണോ ഇതാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടേ എന്നുള്ളത് പറയൂട്ടോ. സൂപ്പർമാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും, പക്ഷെ നമ്മളിങ്ങനെ ഒരു കോമഡി ടൈപ്പ് നോക്കുമ്പോൾ കണ്ടിരിക്കാൻ രസം എന്നൊക്കെ തോന്നുന്നത് ഇതാണോ അതാണോ എന്നുള്ളത് കമൻസ് ആയിട്ട് പറയാം. സൂപ്പർ ലോപ്പസ് എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹീറോ ശരിക്കും വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, നിങ്ങൾ അദ്ദേഹത്തെ അക്സെപ്റ്റ് ചെയ്യോ എന്നുള്ളത് കമൻസ് ആയിട്ട് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറയുമ്പോൾ നമ്മുടെ സൂപ്പർ ലോപ്പസിൻ്റെ കുട്ടിക്കാലമാണ്. കുട്ടിക്കാലത്തുള്ള അവൻ്റെ ആ ഒരു അപ്പിയറൻസ് തന്നെ ശരിക്കും നമ്മളിൽ ഭയങ്കരമായിട്ട് ചിരി ഉണ്ടാക്കുന്ന തരത്തിലുള്ള അങ്ങനത്തെ ഒരു അപ്പിയറൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു സൂപ്പർ ഹീറോ മൂവി കാണുന്നതിനേക്കാൾ കൂടുതൽ ഒരു കോമഡി മൂവി കാണുന്ന ആ ഒരു രീതിയിലാണ് നമുക്കിത് കണ്ടിരിക്കാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ചാൻസ് കിട്ടുകയാണെങ്കിൽ കാണുക. സൂപ്പർ ലോപ്പസ് എന്നാണ് ഈ ഒരു സിനിമയുടെ പേര്. സ്പാനിഷ് ആണ് ലാംഗ്വേജ്, പക്ഷേ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ കിട്ടും കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ ബൈ.